നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തല്ലുറപ്പാണ്. രാത്രിയായാൽ രാഹുലിന് അന്തർധാരാ പ്രവർത്തനങ്ങൾ നടത്താനും തിരിമറി, അട്ടിമറി, കാലുപിടുത്തമൊക്കെ നടത്താനുമുള്ള നേരമാണ്. പകൽ വിരട്ടിയും അലറിയും വെല്ലുവിളിച്ചും തോൽപ്പിക്കാൻ നിന്നാലും രാത്രി കാണിക്കയും കാലുപിടുത്തവും നടത്താൻ രാഹുലിനെ കഴിഞ്ഞേ വേറെ ആരെങ്കിലുമുള്ളൂ. നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും സഞ്ചരിച്ച വാഹനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസും പരിശോധിച്ചതിൽ പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും ശക്തമാകുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിലും പരിശോധന നടന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു. ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചത്. നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധിച്ചു. ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരോട് കയർത്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പൊട്ടിമുളച്ചിട്ട് എംഎൽഎയും എംപിയുമായതല്ല എന്നും ഇതൊക്കെ കണ്ടിട്ടു തന്നെയാണ് വരുന്നതെന്നും ഉദ്യോഗസ്ഥരോട് ഷാഫി പറമ്പിൽ പറഞ്ഞു. UDFന്റെ വാഹനങ്ങൾ തിരഞ്ഞു പിടിച്ച് പരിശോധിക്കുകയാണ് എന്നും വേഷം കെട്ടരെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. CPIMന്റെ പണി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്താൽ മതിയെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. തങ്ങളെ സുഖിപ്പിക്കാൻ വരേണ്ടെന്നും അങ്ങനെ സുഖിപ്പിക്കുന്ന ആളുകളല്ല തങ്ങളെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് കയർക്കുന്നത് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതിനിടെ രാഹുലിനെ തടയാൻ ഷാഫി ശ്രമിക്കുന്നുമുണ്ട്. ഇതിന് പിന്നാലെ നിന്റെ സർവീസിലുള്ള പാരിതോഷികം തരാം, ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന സാധാരണ വാഹന പരിശോധനയുടെ ഭാഗമാണ് എംപിയും എംഎൽഎയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ചതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അധികാര ദുർവിനിയോഗവും അഹന്തയുമാണിത്. ഏകപക്ഷീയമായ പരിശോധനയാണ് നടന്നത് എന്നും എല്ലാവരും അറിയുന്ന ആളുകളാണ് ഷാഫിയും രാഹുലും എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ഷാഫിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും പരാതി നൽകുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ വണ്ടി പരിശോധിക്കരുത് എന്നൊരു നിയമമുണ്ടാക്കുകയേ ഇതിന് വഴിയുള്ളൂ എന്നാണ് ഇതിനോട് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയായ M. സ്വരാജ് പരിഹസിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടി വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന പാലക്കാട്ടെ KPM ഹോട്ടലിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് അർദ്ധരാത്രി റെയ്ഡ് നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ അടക്കമുള്ളവരുടെ മുറിയിലായിരുന്നു അന്ന് പരിശോധന നടന്നത്. ഇത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തൊരു സംഭവമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീല ട്രോളി ബാഗിൽ ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്നായിരുന്നു അന്നത്തെ ആരോപണം. തുടർന്ന് നീല ട്രോളി ബാഗുമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. വാഹനം തടഞ്ഞു നിർത്തി ഡിക്കി തുറക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് P.K. ഫിറോസ് പറഞ്ഞത്. ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു എന്നും ഷാഫിയാണെന്ന് മനസ്സിലായപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങാനും പെട്ടി തുറക്കാനും ഷാഫിയോട് ആവശ്യപ്പെട്ടു എന്നും ഫിറോസ് പറയുന്നു. ഇടതുപക്ഷ നേതാക്കളുടെ വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉദ്യോഗസ്ഥർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് ഫിറോസിന്റെ പ്രതികരണം. വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതോടെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞു. ജനപ്രതിനിധിയാണെന്ന് മനസ്സിലായിട്ടും പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടത് അവഹേളനമാണ് എന്നും കോൺഗ്രസ് വാദിക്കുന്നുണ്ട്. എന്താണെങ്കിലും പെട്ടി വിഷയം നിലമ്പൂരിന്റെ അടുത്ത ചർച്ചാ വിഷയമാക്കി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് നേതാക്കന്മാരെല്ലാം.